അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിയാൽ 114 അധ്യായങ്ങൾ 6600 പരം വരുന്ന പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളുണ്ടല്ലോ. ആ ആയത്തുകളിലൂടെ ഞാൻ നിങ്ങളെ കണ്ണോടിച്ചു നോക്കിയാൽ ഈ പ്രപഞ്ചം മുഴുവന് പടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ എന്റെയും നിങ്ങളുടെയും റബ്ബുണ്ടല്ലോ. ആ പടച്ച റബ്ബ് പറയുകയാണ്, ഒരു മനുഷ്യന്റെ ലക്ഷ്യം എന്തായിരിക്കണമെന്നറിയുമോ? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണമെന്നറിയുമോ? പണമുണ്ടാക്കലല്ല, അധികാരം പിടിക്കലല്ല, ദുനിയാവിലടിച്ച് പൊളിച്ച് നടക്കലല്ല, സുന്ദരിയായ പെണ്ണിനെ കിട്ടലല്ല, പണക്കാരനായ ഭർത്താവിനെ കിട്ടലല്ല, അല്ലാഹു തന്ന ജീവിതം കള്ളുകുടിച്ച് പെണ്ണ് പിടിച്ചു ആസ്വദിച്ച് മതിമറന്ന് നടക്കാനല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ലക്ഷ്യം എന്തായിരിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, ഒരു മനുഷ്യന്റെ ലക്ഷ്യം എന്തായിരിക്കണമെന്നറിയുമോ? ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണമെന്നറിയുമോ? ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ അല്ലാഹുവിന്റെ ഔലിയാഇന്റെ ആണ്ടിന് കടന്നു വന്നവരാണല്ലോ. പടച്ചവനെയതാ ഇവിടത്തെ മക്കാമിന്റെ അകത്ത് കടന്നുറങ്ങുന്ന മഹാനായ അല്ലാഹു ആദരിച്ച മഹാനാ, അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാനാ, അല്ലാഹുവിനെ മനസ്സിലാക്കിയ മഹാനാ. ആ മഹാന്റെ പവർ എന്താണെന്നറിഞ്ഞവരാണ് ഞാനും നിങ്ങളും. പടച്ചവനെ, ഇന്നിവിടെ ഒരുമിച്ച് കൂടിയവരുണ്ടല്ലോ. ഈ ഒരുമിച്ച് കൂടിയ ഓരോ മനുഷ്യനും അറിയാം ആ മക്കാമിന്റെ അകത്ത് കിടക്കുന്ന മഹാരഥനാരാ, അവരുടെ പവർ എന്താ, അവരുടെ കറാമത്ത് എന്താ, എല്ലാവർക്കും അറിയുന്നവരാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ആ മഹാനിനെ സ്നേഹിച്ചുകൊണ്ട് ഈ ഉറൂസിന്റെ അവസാന ദിവസം കടന്നു വന്നവരെ, ഈ സമയം വെറുതെയാകില്ല. പാതിരാത്രി 11 മണി കഴിഞ്ഞിട്ടും ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയത്ത്, ചൂട് സഹിക്കാൻ കഴിയാതെ ജനങ്ങളുടെ ശരീരം വിയർത്തിങ്ങനെ ഒലിക്കുന്ന സമയത്ത്, ഇത്രയും പേര് ഈ മക്കാമിന്റെ മുന്നിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയത് വെറുതെയല്ല. അല്ലാഹു ആദരിച്ചവരെ ആദരിക്കണമല്ലോ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടണമല്ലോ, അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കണമല്ലോ. അവരെ സ്നേഹിച്ചാൽ അല്ലാഹുവിന്റെ സ്നേഹം കിട്ടുമല്ലോ. അതുകൊണ്ട് മഹാനിന്റെ ഉറൂസിന്റെ അവസാനത്തെ ദിവസം ഇന്നത്തെ മജ്‌ലിസിലെ ദുആയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ ആയിരങ്ങളോട് എനിക്ക് പറയാറുള്ളത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണം? എന്താണ് നിന്റെ ലക്ഷ്യമെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന പടച്ചറബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. പടച്ചവനെ 3000 വർഷക്കാലം അല്ലാഹു കത്തിച്ച നരകമുണ്ടല്ലോ. പടച്ചവനെ അതാ മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ചറബിന്റെ നരകമുണ്ടല്ലോ. ആ നരകം കണ്ടിട്ടാണ് പടച്ചവനെ പലരുടെയും മുഖത്തെ പുഞ്ചിരി പോയത്, പലരും ചിരിക്കാതിരുന്നത്, പലർക്കും ബോധം നഷ്ടപ്പെട്ടു പോയത്. ആ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷയെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തപ്പോഴാ, ആ നരകത്തെ കുറിച്ച് ഭയപ്പെടുത്തുന്ന ആയത്തുകൾ കേട്ടപ്പോഴാണ് പലരുടെയും മുടി പോലും നരച്ചു പോയത്. അല്ലാഹുവേ, മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ, ആ ജിബ്രീൽ അലൈഹിസ്സലാം പോലും പടച്ചവനെ ആ നരകത്തെ ഭയന്നു പോയല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ പാതിരാത്രി നോക്കുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അവിടെ ആരോ പാതിരാത്രി ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് തേങ്ങലിന്റെ ശബ്ദം കേട്ട് കഅബാലയത്തിന്റെ മുറ്റത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആരാണ് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരയുന്നതെന്നറിയുമോ? മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ.
ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഇരുന്ന് കരയുന്നത്. ജിബ്രീലാണിരുന്ന് കരയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, എന്തിനാണ് പാതിരാത്രി അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്ന് കരയുന്നത്? ഈ കഅബയുടെ കില്ല പിടിച്ചിട്ട് കരയുന്നത്? നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നരകത്തെ എനിക്ക് വല്ലാത്ത പേടിയാണ് നബിയേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാ അല്ലാഹുവിന്റെ നബിയേ. ഞങ്ങളുടെ ഉസ്താദായിരുന്നു ഇബ്ലീസ്, ഞങ്ങളുടെ ഉസ്താദായിരുന്നു അസാസീല്. പടച്ചവനെ, അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാ, ശപിക്കപ്പെട്ട ഇബ്ലീസ് ആരായിരുന്നെന്നറിയുമോ? ഞങ്ങളുടെ ഉസ്താദായിരുന്നു. പടച്ചവനെ, വർഷങ്ങളോളം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത മനുഷ്യനായിരുന്നു. ഞങ്ങളുടെ ഉസ്താദായ അസാസീലല്ലേ നരകത്തിന്റെ അവകാശിയായി പോയത്? ഒറ്റ നിമിഷം കൊണ്ടവൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ, അവന്റെ തല തിരിഞ്ഞു പോയല്ലോ. അതുകൊണ്ട് പേടിച്ചിട്ടാണ് നബിയേ ഞാനിവിടുന്ന് കരയുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഈ നന്ദാവരയുടെ പരിസരത്തുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തമാശയല്ലടാ, കോമഡിയല്ലടാ, കെട്ടുകഥയല്ല, നിസാരമല്ല, കളിക്കല്ലേ, തമാശ കാണിക്കല്ലേ. അല്ലാഹുവിന്റെ നരകമത്ര എളുപ്പമല്ല, അല്ലാഹുവിന്റെ നരകമത്ര നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതാണ്, പടച്ചറബദാബുകൾ കൊണ്ട് നിറച്ചതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, നീ പേടിക്കണേ, നീ ഭയപ്പെടണേ, നീ സൂക്ഷിക്കണേ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നീ തേടണേ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞത്, ആയിഷ, ഒരു കാരക്കയുടെ ചീട് കൊടുത്തിട്ടാണെങ്കിലും, ഒരു കാരക്കയുടെ ഒരു അംശം സദക്ക കൊടുത്തിട്ടാണെങ്കിലും നീ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമുക്കിന്ന് നരകമെന്നൊക്കെ പറയുമ്പോൾ നമുക്കെന്തോ ചെറുതായിട്ടേ തോന്നണത്, വലിയ പേടിയൊന്നുമില്ല. എടോ, നരകമെന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായി പോയി കേട്ട് 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 അങ്ങ് മടുത്തു. ഇപ്പൊ നരകത്തെ കുറിച്ച് വഴുതു പറയാൻ നമ്മൾ തന്നെ പഠിച്ചു. എങ്കിൽ നരകം എന്തെന്നറിയോ? എടോ, നരകത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ഈ ചുമലിൽ നിന്ന് ഈ ചുമല് വരെ എത്തണമെങ്കിൽ എത്ര ദൂരം ഉണ്ടാവുമെന്നറിയോ? നിങ്ങളിപ്പോ ചോദിക്കും, സിറാജ്, ഈ കാണുന്ന തൊലി അടുപ്പിന്റെ തീയുടെ ചവിട്ടിക്കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ തന്നെ കരിഞ്ഞു പോകും ഇല്ലേ? നമ്മുടെ വീട്ടിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന തീയുടെ ചാരത്ത് ഈ തൊലി കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ തന്നെ കരിയും. ഇതിനേക്കാളും 70 ഇരട്ടിയാ നരകത്തിലെത്തി. ആ തീ കൊണ്ടുവച്ച് കാണിച്ച ഇത് ഒരൊറ്റ നിമിഷം കൊണ്ട് തീരൂലട ജഗാതി. എടാ, ഈ കാണുന്ന ശരീരമല്ല നരകത്തിൽ കിടക്കുന്നവന്. നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ ശരീരം അല്ലാഹു അങ്ങ് വല്ലാതെ മാറ്റിമറിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദര, ഈ ചുമലിൽ നിന്ന് ഈ ചുമല് വരെ എത്ര നീളം ഉണ്ടാകും? നിങ്ങളൊന്ന് അളന്നു നോക്കിയേ. നമ്മുടെ ഈ ചുമലിൽ നിന്ന് ഈ 2 ചുമലുകൾക്കിടയിലുള്ള ദൂരം എത്രയോ ഒന്ന് അളന്നു നോക്കിയേ. എത്രയുണ്ട്? ഇങ്ങനെ നോക്കിയാൽ കാണും. എങ്കിലും നരകത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ഈ ചുമലിൽ നിന്ന് ഈ ചുമല് വരെ പോകണമെങ്കിൽ 2 ഹദീസ് പറയുകയാ, 3 മാസത്തോളം സഞ്ചരിക്കണമെന്ന. മറ്റൊരു ഹദീസ് പറയുന്നു, 3 രാവും പകലും സഞ്ചരിച്ചാലേ ഈ ചുമലിൽ നിന്ന് ഈ ചുമല് വരെ എത്തൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ ഏറ്റവും വലിയ മനുഷ്യനെ കണ്ടിട്ടുണ്ട്? രാജസ്ഥാന്റെ മാർബിളിന്റെ ഒരു പരിസ്ഥിതി കണ്ടൊരു മനുഷ്യനല്ലേ നമുക്കറിയത്തുള്ളൂ. വല്ലാത്ത തടിയുള്ളൊരു മനുഷ്യനിങ്ങനെ ഫ്ലെക്സിൽ കാണാൻ അത്രയല്ലേ ഉള്ളൂ. എടാ, ഈ ചുമലിൽ നിന്ന് ഈ ചുമല് വരെ എത്തണമെങ്കിൽ എത്ര ദിവസം നടക്കണം? 3 ദിവസം, 3 മാസം പോകട്ടെ, 3 ദിവസം രാവും പകലും നടക്കാനുള്ള ദൂരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറ, നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഈ സ്റ്റേജിന്റെ അത്ര നിന്റെ ചുമലുണ്ടെന്നൊന്ന് കരുതിക്കോ. ഈ 2 ചുമലുകൾക്കിടയിലുള്ള ദൂരം നരകവാസിയുടെ പിൻഭാഗത്തിന്റെ, നമ്മൾ ഇരിക്കണുണ്ടല്ലോ,
നരകത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ പിൻഭാഗത്തിന്റെ വലിപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ ബൈന മക്ക വൽ മദീന. ഉംറയ്ക്കും ഹജ്ജിനും പോയിട്ടുള്ളവർ യാത്ര ചെയ്യുമല്ലോ, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ദൂരം 5 മണിക്കൂർ എങ്ങാണ്ട് യാത്ര ചെയ്യണം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്താൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തായാലും ഒരു 10-450 അത്രയൊന്നും ആയിരിക്കത്തില്ലല്ലേ? പോണ്ടപ്പ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ വരുന്ന ദൂരം ഒന്ന് സങ്കല്പിച്ച്. എന്തോട് നിങ്ങൾ വെടികൊണ്ടതുപോലെ ഇരിക്കണം, ഞാൻ വെറുതെ പറഞ്ഞതല്ല. എൻ്റെ നാട്ടിൽ നിന്ന് നിങ്ങളുടെ നാട് വരെ വരുന്ന ദൂരം ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ഇത്രയുണ്ടാകുന്ന നരകത്തിൽ കിടക്കുന്നവന്റെ പിൻഭാഗം മാത്രം. അള്ളാഹു കാക്കുമാറാകട്ടെ. തൊലിയോ, തൊലിക്കട്ടി എന്ന് പറയൂലേ, ഓന് വല്ലാത്ത തൊലിക്കട്ടിയാണെന്ന്. ഈ തൊലിയുടെ കട്ടി എത്രയെന്നറിയോ? വല്ലാത്ത വലുപ്പ. അതാണ് നരകം, നിസ്സാരമല്ല. അതുകൊണ്ടാ പേടിക്കണമെന്ന് പറഞ്ഞേ. അതുകൊണ്ടാ നിസ്സാരമല്ല, പേടിക്കണമെന്ന്. ഇതുകൊണ്ടാ പേടിച്ച പലരും. അതുകൊണ്ടാണ് പലരും നരകത്തെ കണ്ട് പേടിച്ചത്. ആ നരകത്തെ കുറിച്ച് പറയുമ്പോൾ വല്ലാതെ പേടിച്ചു പോയത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഉറൂസില് കടന്നു വന്ന പെങ്ങളെ, പൊന്നുമോളെ, വല്ലാതെ ഭയപ്പെടണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാ. മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നരകം കണ്ടിട്ട് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, നരകത്തിലധികവും പെണ്ണുങ്ങളാ സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, നിങ്ങളെ ശരീരത്തിലെ നിന്റെ തലയിലെ ഒരു രോമമുണ്ടല്ലോ, നിന്റെ തലയിലെ ഒരു രോമമുണ്ടല്ലോ, ആ രോമം നീ താഴേക്ക് വെളിയിലേക്ക് നീ തുറന്നിട്ട് കൊണ്ട് നടന്നാൽ പടച്ചറപ്പ് നാളെ നിന്റെ തലയിൽ ഒരു തൊപ്പി വെക്കുകയാ. നരകത്തിന്റെ തീയാലുള്ള ഒരു തൊപ്പി അല്ലാഹു നിന്റെ തലയിലേക്ക് വെച്ച് തരികയാണ്. നിന്റെ തലച്ചോറ് പോലും അവിടെ നിന്ന് ഉരുകി ഒലിക്കുമെന്ന് അവിടെ നിന്ന് പറഞ്ഞത് വെറുതെയല്ല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്തെന്നറിയുമോ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണമെന്നറിയുമോ? فقد فاز وما الحياة الدنيا إلا متاع الغرور. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണം? അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. പിന്നെ നിന്റെ ലക്ഷ്യം എന്തായിരിക്കണമെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലിരുവികളും തേനിരുവികളും ഒഴുകുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. കഷ്ടപ്പാടില്ല, ജോലിയില്ല, പ്രയാസമില്ല, രോഗമില്ല, വയസ്സായവരില്ല, പ്രായമുള്ളവരില്ല, മലമൂത്ര വിസർജനമില്ല, ജോലിക്ക് പോകണ്ട, കഷ്ടപ്പാടില്ല. എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് തോന്നിയാൽ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. കിളക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട, ഒരു കഷ്ടപ്പാടുമില്ലാത്ത പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. മോനെ, സ്വർഗത്തിലൂടെ ഹൂറിലീകൾ ഇങ്ങനെ നടക്കുകയാണ്. നിനക്ക് ഖിദ്മത്ത് ചെയ്യാൻ, നിനക്ക് സേവനം ചെയ്യാൻ. പടച്ചവനെ, മംഗലാപുരത്തുള്ള പെണ്ണുങ്ങളെ പോലെയല്ലടാ അല്ലാഹുവേ, സ്വർഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരെ കുറിച്ച് നിനക്ക് പറയാനോ ചിന്തിക്കുവാനോ കഴിയുകയില്ല. അവരെ കുറിച്ച് എത്ര പറഞ്ഞാലും നിനക്ക് തിരിയുകയില്ല. സ്വർഗത്തിലൂടെ നടന്നുപോയ ഹൂറിലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ മടമ്പങ്കാലുണ്ടല്ലോ, ആ മടമ്പങ്കാല് കണ്ടപ്പോഴാ പലരും അത്ഭുതപ്പെട്ടു പോയത്. ആ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ നിന്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്, നിനക്ക് ഖിദ്മത്ത് ചെയ്യാൻ, നിനക്ക് വേണ്ടത് എടുത്തു തരാൻ, നിന്നെ ഊഞ്ഞാലിന്റെ മുകളിൽ ഇരുത്തി സുഖിപ്പിക്കുവാൻ ആ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കുമല്ലോ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും,
താരാട്ടു പാടാറ് തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതായിരിക്കണം നിന്റെ ജീവിതത്തിലെ അഭിലാഷം, അതായിരിക്കണം മനുഷ്യ നിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയാ നീ ജീവിക്കേണ്ടത്. സ്വർഗത്തിലേക്ക് കടന്നു പോകണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, ഇതായിരിക്കണം നിന്റെ ലക്ഷ്യമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടെന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ഒരു സത്യവിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗത്തിൽ പോകണമെന്നാണ്, മരണദാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ്. ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ ലക്ഷ്യമെന്ന് ഖുർആൻ വിടെന്ന് പറയുമ്പോ എന്നിട്ട് അല്ലാഹു പറയുകയാ, ഒരു സത്യവിശ്വാസിയുടെ ഉത്തരവാദിത്തം തന്നെയാണ് നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന മക്കളുള്ള മാതാപിതാക്കൾ കേൾക്കാനാണ്. ഈ സദസ്സിലിരിക്കുന്ന മക്കൾ അല്ലാഹു തന്നിട്ടുള്ള മാതാപിതാക്കൾ കേൾക്കാനാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗമായിരിക്കണം, നരകത്തിൽ നിന്നുള്ള മോചനമായിരിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറാ عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടെന്ന് പറഞ്ഞു തരികയാ, എടാ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗമായിരിക്കണം, നരകമോചനമായിരിക്കണം. എന്നിട്ട് അടുത്ത ആയത്തിലൂടെ അല്ലാഹു പറയുകയാ, ഒറ്റയ്ക്ക് പോകല്ലേ, ഒറ്റയ്ക്ക് പോകല്ലേ. നീ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നരകത്തിൽ നിന്ന് കരകയറിയിട്ട് പോകുമ്പോ അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ നീ നിന്റെ ഭാര്യയെ കൂടെ കൊണ്ടുപോകണേ, നീ നിന്റെ മക്കളെ കൂടെ കൊണ്ടുപോകണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നീ സ്വർഗത്തിലേക്ക് കയറി പോകുമ്പോ സ്വന്തം കാര്യം നോക്കല്ലേ വാപ്പ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നീ സ്വർഗത്തിലേക്ക് പോകുമ്പോ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോ സ്വന്തം കാര്യം നോക്കി പോകരുത്. പോകുമ്പോ നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും നീ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്കപ്പർ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ അല്ലാഹു പറയുകയാ, സ്വർഗത്തിലേക്ക് പോകുമ്പോ എങ്ങനെ പോകണം? ഒറ്റയ്ക്ക് പോകണ്ട. നിന്നോടും പറയുന്നു, നീ മാത്രം സ്വർഗത്തിൽ പോകണ്ട. നീ പോകുമ്പോ നിന്റെ ഭർത്താവിനെ കൊണ്ടുപോകണം, നിന്റെ മക്കളെ കൊണ്ടുപോകണം. നിങ്ങൾ കുടുംബസമേതം വേണം സ്വർഗത്തിലേക്ക് പോകാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ ഒറ്റയ്ക്ക് ഗോവയിൽ പോകുന്ന പോലെ പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല സഹോദര. സ്വർഗത്തിൽ പോകുമ്പോ എങ്ങനെ പോകണം? കുടുംബവുമായിട്ട് പോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോവല്ലേ? പോകുമല്ലേ? ഈ കണക്കിന് പോയാ പോകും. ഇപ്പം നടക്കുന്നത് പോലെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ പോകുവോ? നിനക്ക് തന്നെ അറിയാം, നരകത്തിന്റെ ഏറ്റവും അടിയിൽ പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പർ അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോ കുടുംബസമേതം പോകണം. യാസീൻ ഓതുമല്ലോ എല്ലാവരും യാസീൻ ഓതുമല്ലോ.
ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ ലറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഖുർആൻ പറയുകയാ, നാളെ നന്ദാവരയുടെയും BC റോഡിന്റെയും പരിസരത്തുള്ള ചില ഭാര്യയും ചില ഭർത്താവും ചില മക്കളും ഇങ്ങനെ സ്വർഗത്തിൽ ചാരുകസേരയിൽ ഇങ്ങനെ ഇരിക്കും. ബുർജ് ഖലീഫ കാണാൻ പോയതുപോലെ അല്ല, അല്ലാഹു ഈമാറാകട്ടെ. സേരയിൽ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. അപ്പുറവും ഇപ്പുറവും തോഴിമാരി ഇങ്ങനെ ഇരിക്കണം. ആമിന നിനക്ക് എന്ത് വേണം? അബൂബക്കർ നിനക്ക് എന്ത് വേണം തിന്നാൻ തരാൻ വേണ്ടി? അപ്പോ ചോദിക്കും, എടാ അബൂബക്കറെ, നന്ദാവരയിൽ നിങ്ങൾ ഇതുപോലെ ആയിരുന്നു, ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ. ആരുടെ വിഷയത്തിലെന്നറിയുമോ? നിന്റെ ഭാര്യയുടെ വിഷയത്തില്, നിന്റെ ഭാര്യയുടെ വിഷയത്തില് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നു, നിന്റെ ഭാര്യയെ കുറിച്ച് നാളെ അല്ലാഹു നിന്നോട് ചോദിക്കും. നിന്നോട് റബ്ബ് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നിന്റെ വിചാരണ കഴിഞ്ഞ അടുത്ത ചോദ്യം നിന്റെ ഭാര്യയെ കുറിച്ച് അല്ലാഹു നിന്നോട് ചോദിക്കുകയാ. അത് കഴിഞ്ഞാ നിന്റെ മക്കളെ കുറിച്ച് ചോദിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, നിന്റെ ഭാര്യയും നിന്റെ മക്കളും അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പടച്ചറപ്പ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നിന്റെ ഭാര്യ, നിന്റെ പൊന്നുമക്കള്. അവരെ അല്ലാഹു നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, അതുകൊണ്ടാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗത്തിലൊരു വീടുണ്ടല്ലോ, സ്വർഗത്തിലൊരു വീട് കിട്ടുമല്ലോ. ഏത് മനുഷ്യനെന്നറിയുമോ? റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുനിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ദുആ ചെയ്യുന്നവന് സ്വർഗത്തിലൊരു വീടുണ്ട്. ചെറുപ്പക്കാരാ, മോനെ, പെണ്ണ് കെട്ടിയവനും ചെയ്യണം, പെണ്ണ് കെട്ടാത്തവനും ചെയ്യണം, മക്കളുള്ളവനും ചെയ്യണം, മക്കളില്ലാത്തവനും ചെയ്യണം, പ്രായമുള്ളവനും ചെയ്യണം, പ്രായമില്ലാത്തവനും ചെയ്യണം, പണമുള്ളവനും ചെയ്യണം, പണമില്ലാത്തവനും ചെയ്യണം. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, നീ എപ്പോ ദുആ ചെയ്താലും ഈ ദുആ പറയണേ. ഈ ദുആ ചെയ്താ അല്ലാഹു നിനക്ക് സ്വർഗത്തിലൊരു വീട് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് എനിക്കൊരു സ്വാലിഹത്തായ ഭാര്യയെ തരണേ അല്ലാഹ്, എനിക്കൊരു സ്വാലിഹായ ഭർത്താവിനെ തരണേ അല്ലാഹ്, എന്റെ ഭർത്താവിനെ നന്നാക്കി തരണേ അല്ലാഹ്, എന്റെ ഭാര്യയെ നന്നാക്കി തരണേ അല്ലാഹ്. റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? എന്റെ രക്തത്തിൽ പിറന്ന എന്റെ മക്കള് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. എന്റെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണം പടച്ചവനെ. അതാണ് ഇവിടുന്ന് ദുആ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, മൂന്നാമതായി ദുആ ചെയ്യേണ്ടത് എന്തെന്നറിയോ? എന്റെ ചെറുപ്പക്കാരാ, വെറുതെ നടക്കരുത്, ദുആ ചെയ്യാതെ നടക്കരുത്. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹദറൂ വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ فإن الله غفور رحيم.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുമ്പോ എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഒന്നാമത് പറയണം, ഇറച്ചവനെ എന്റെ ഭാര്യയെ നന്നാക്കണം തമ്പുരാന്, എന്റെ മക്കളെ നന്നാക്കണം തമ്പുരാന്, എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും നന്നാക്കണം തമ്പുരാന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിസാരമല്ല, കളിയല്ല. നിന്റെ ഭാര്യക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവ്, നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു ബാപ്പയാകൂ. അങ്ങനെയാകാൻ ദുആ ചെയ്യണേ എന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു തരുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നീ നിന്റെ ഭാര്യയെ രക്ഷപ്പെടുത്തണമല്ലോ, നിന്റെ മക്കളെ രക്ഷപ്പെടുത്തണമല്ലോ. അങ്ങനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഒരു ഭർത്താവ് എങ്ങനെയുള്ള ഭർത്താവാകണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച റബ്ബ് ഒരു ഭർത്താവിനെ പരിചയപ്പെടുത്തുകയാ, ഒരു വാപ്പാനെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ. വകാന യൗമി വസകാതി വകാന ഇൻദ റബ്ബിഹി മർദിയാ. ഒരു വാപ്പയെ കുറിച്ച്, അല്ലാഹയെ കുറിച്ച്, അല്ലാഹു തൃപ്തിപ്പെട്ട ഒരു പിതാവിനെ കുറിച്ച് അല്ലാഹുവിന്റെ വിസ്മയ ഖുർആനിൽ അല്ലാഹു പറയുകയാ. അല്ലാഹു തൃപ്തിപ്പെട്ട ഒരു പിതാവിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണെന്നറിയാം. ചിലപ്പോൾ ഇന്ന് ഇവിടുന്ന് നല്ലതുപോലെ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാ ചെറുപ്പക്കാരും കയ്യെ പിടിച്ചിട്ട് ഉസ്താദെ ഉസ്താദെ ടാറ്റ സലാം ടാറ്റ എന്നൊക്കെ പറഞ്ഞു. തിരിച്ചു പോകുമ്പോൾ അതൊന്നും കാണത്തില്ല, അത്രേ ഉള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്കിലും പറയേണ്ടത് പറയണമല്ലോ. ടാറ്റ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സ്വർഗത്തിൽ പോയാൽ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗം ഹറാമാക്കപ്പെട്ടവർ, സ്വർഗത്തിൽ കിടക്കാത്ത 3 പേര്. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, 3 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? മുദ്മിനുൽ ഖംർ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, സിറാജല്ല. പടച്ചവനെ ഈ ഹദീസ് തബറാനിയിൽ കാണാം, ബൈഹഖിയിൽ കാണാം, ഒരുപാട് വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ കാണാം ഈ ഹദീസുകൾ. സിറാജ് വെറുതെ പറയുന്നതല്ല, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, പടച്ചവനെ സ്വർഗ്ഗം ഹറാമാക്കപ്പെട്ട ഒന്നാമത്തെ വ്യക്തി ആരാ? കള്ളു കുടിക്കുന്നവനാ, കഞ്ചാവടിക്കുന്നവനാ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാ, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നവനാ, പടച്ചവനെ കയ്യിലേക്ക് മരുന്ന് കുത്തിവെക്കുന്നവനാ, ചെറിയ ചെറിയ വില കൂടിയ സാധനങ്ങൾ വാങ്ങിയിട്ട് നാവിനടിയിലും ശരീരത്തിന്റെ ഭാഗങ്ങളിൽ വെച്ചിട്ട് ലഹരി ആസ്വദിക്കുന്ന യുവത്വേ. റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്, റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്, പടച്ചവനെ നീ സ്വർഗത്തിലേക്ക് കടക്കൂല. പടച്ചവനെ എന്നൊരു പ്രിയപ്പെട്ട മാതാവ് കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്, ഉസ്താദേ ഒരിക്കലും സ്ഥലം പറയരുത്, ഒരിക്കലും സ്ഥലം പറയരുത്. ഉസ്താദ് ദുആ ചെയ്യണേ. പടച്ചവനെ മരുമകളും സ്വന്തം മകനും കൂടെ ഒരുമിച്ചിരുന്ന് ബിയറടിക്കുകയാ. ഒരു ഉമ്മ പറയുകയാ, ഉസ്താദേ ദുആ ചെയ്യണം, എന്റെ മകനും എന്റെ മരുമകളും ഒരുമിച്ചിരുന്ന് ബിയറടിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ കൂടപ്പുറപ്പുകൾ ഒരുമിച്ചിരുന്ന് കഞ്ചാവടിക്കുന്നു, പിന്നല്ലേ ബിയർ. എടാ മയക്കുമരുന്നടിക്കുന്ന വൈകുന്നേരം പടച്ചവനെ ഒരുമിച്ചിരുന്ന് അടിക്കുന്നില്ല, ഇപ്പൊ ആരും കള്ളു കുടിക്കണില്ലല്ലോ, ഇപ്പൊ ആരും കള്ളു കുടിക്കണില്ല, കള്ളുകുടിയൊക്കെ മാറി ഇപ്പൊ മറ്റേ ഐറ്റം അടിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. അടിച്ചുകൊണ്ട് നടന്നോ, പക്ഷെ എവിടെ പോകത്തില്ല, അള്ളാന്റെ സ്വർഗത്തിൽ പോകാമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. എടോ സ്വർഗത്തിന്റെ വാസന 500 വർഷത്തെ വഴിദൂരം വരെ അടിക്കുന്ന, 500 വർഷത്തെ വഴിദൂരം വരെ അടിക്കും സ്വർഗത്തിന്റെ വാസന. അതുപോലും നിനക്കൊന്നും അള്ളാഹു തരൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കള്ളും കഞ്ചാവും മയക്കുമരുന്നും അടിച്ചുകൊണ്ട് നടക്കുന്നത്, പടച്ചോൻ അതൊക്കെ ഇങ്ങനെ നടക്കല്ലേ, ആര് പറഞ്ഞാലും കേൾക്കൂല.
ആര് പറഞ്ഞാലും കേൾക്കൂല. കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാര മക്കളെ, നിനക്ക് എന്തേടാ നിന്റെ അവസ്ഥ അറിയാത്തത്? നിനക്ക് നിന്റെ വില അറിയോ? എടാ, നിന്റെ അടുത്ത് സലാം പോലും പറയാൻ പാടില്ല എന്നാ നിയമങ്ങൾ പറയുന്നത്. കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തനോട് എന്തു പറയാൻ പാടില്ല? സലാം പോലും പറയാൻ പാടില്ല എന്നാ. അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ മേലുണ്ടാകട്ടെ എന്ന് പോലും പറയാൻ പാടില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആലോചിക്ക, അവൻ മരിച്ച അവന്റെ മയ്യത്ത് പോലും എന്താ ഇപ്പൊ ബക്കറ്റിന്റെ കാറ് ഇവിടെ മുതലാളി പോവണം. മുതലാളി അത്യാവശ്യം വല്ലതും ഉണ്ടോ? വീട്ടിലാരുമില്ല, അല്ലാഹ് ഉണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. ശരി, മദ്രസയുടെ പണി നടക്കുന്നുണ്ട്. എന്തോ കൊടുക്കുന്നു? കരണ്ടൊക്കെ ആരെങ്കിലൊക്കെ കൊടുക്കും. നിങ്ങളല്ലേ പ്രസിഡന്റ്? കാണണം അവിടെ ഇരി. എന്താ ഞാൻ പിടിച്ചോളാം. ഞാൻ പറയാൻ കൊടുത്താൽ മതി കേട്ടോ. ശരി, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കള്ളു കുടിക്കടോ. നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ആയിപ്പോയി? എന്താ പറ്റുന്നില്ല? കള്ളും കഞ്ചാവും അടിച്ച് നടക്കുന്ന ചെറുപ്പക്കാർ, എന്തിനാ മോനെ ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യണേ? ഒന്ന് നന്നായിക്കൂടെടാ, ഒന്ന് നന്നായിക്കൂടെ? റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞു. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല, എന്റെ വിഷയമല്ലാത്തത് കൊണ്ട് പറയുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒന്നാമതായി പറയുകയാ, അള്ളാന്റെ റസൂൽ അവിടുന്ന് ഒന്നാമതായി പറയുകയാ, കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാരാ, നാളെ പരലോകത്ത് വരുന്നത് എങ്ങനെയെന്നറിയുമോ? പേപ്പട്ടിയെ കാണാറുണ്ടല്ലോ. എടാ, ഉച്ച സമയത്തൊക്കെ റോഡിലൂടെ പോകുന്ന നായിയെ കാണുമല്ലോ, നാക്ക് നീട്ടിയിട്ടിരിക്കുമല്ലോ, വായിലൂടെ യഥാ പതയും നൊരയും ഇങ്ങനെ പട്ടിയുടെ നാവിൽ നിന്ന് താഴെ വീഴുമല്ലോ. പേ പിടിച്ച പട്ടിയെ പിന്നെ പറയേണ്ടതില്ലല്ലോ. നാളെ നന്ദാവര പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് പരലോകത്തേക്ക് കടന്നു വരുമ്പോ ഉയരമുള്ള സ്ഥലത്തു നിന്ന് നിർത്തിയിരിക്കുകയാ. പേപ്പട്ടിയെ പോലെ നിന്റെ നാവിങ്ങനെ നെഞ്ചിന്റെ ഭാഗം വരെ തൂക്കി വെച്ചിരിക്കുകയാണ്. നിന്റെ നാവുണ്ടല്ലോ, കഞ്ചാവടിക്കുന്നവന്, മയക്കുമരുന്നടിക്കുന്നവര്, സിറാജ് ഉസ്താദേ, നിങ്ങൾക്കതിന്റെ പവർ അറിയില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് അടിച്ചു നോക്കിയാ വല്ലാത്ത സുഖമാണെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, വേണ്ടടാ, എനിക്ക് ജീവനുള്ള കാലത്തോളം അത് ഞാൻ കഴിക്കുകയില്ല. കാരണം എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗം വേണമല്ലോ, എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകണമല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, ആ പേപ്പട്ടിയെ പോലെ നാക്കിങ്ങനെ നെഞ്ചിന്റെ വയറിന്റെ ഭാഗം വരെ താഴ്ത്തിയിട്ട് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിന്ന് ഉയരമുള്ള സ്ഥലത്ത് കയറ്റി നിർത്തിയിരിക്കുകയാ. എന്തൊരു ദുർഗന്ധമെന്നറിയോ? പുഴുത്തു നാറുമടാ, പുഴുത്തു നാറും ചെറുപ്പക്കാരാ. ഭർത്താവ് കള്ളു കുടിക്കുമ്പോൾ, ഭർത്താവ് കള്ളു കുടിച്ചിട്ടതിന് പ്രോത്സാഹനം നിൽക്കുന്ന പെണ്ണുങ്ങളുണ്ട്. എന്റെ പെങ്ങളെ, ഒരിക്കലും നീ അതപ്പതിച്ചു പോകരുത്, ഒരിക്കലും നീ അതപ്പതിച്ചു പോകരുത്, ഒരിക്കലും നീ അതിനെ കൂട്ടു നിൽക്കരുത്, ഒരിക്കലും നീ അതിനെ വിട്ടുവീഴ്ച ചെയ്യരുത്. നീ അവന്റെ കൂടെ കടക്കാൻ പാടില്ലല്ലോ. നിയമങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. അതുകൊണ്ട് ഞാൻ കുടുംബജീവിതം തകർക്കാമെന്നവനല്ല. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ, സലാസത്തുൻ ഖദ് ഹറമല്ലാഹു തആല അലൈഹിമുൽ ജന്ന മുദ്മിനുൽ ഖംർ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? അല്ലാഹുവിന്റെ നരകത്തിലേക്ക് കടന്നു പോകുന്ന, സ്വർഗത്തിന്റെ അകത്തൊരിക്കലും കടക്കാത്ത രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? പടച്ചവനെ, തനിക്ക് ജന്മം നൽകിയ തന്റെ പിതാവുണ്ടല്ലോ, തനിക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച പിതാവുണ്ടല്ലോ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, നിനക്ക് പാല് തന്ന് പൂറ്റി വളർത്തിയ നിന്റെ ഉമ്മയുണ്ടല്ലോ, ആ മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന മനുഷ്യ, ആ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മനുഷ്യ, ആ മാതാപിതാക്കളെ തല്ലുന്ന ചെറുപ്പക്കാരാ,
കളിവാക്കുകളും പരിഹാസങ്ങളും പറയുന്ന യുവത്വമേ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവര്, നീ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദേ ഞങ്ങൾ ഉമ്മാനെ തല്ലാറില്ല, ഞങ്ങൾ ഉമ്മാനെ ചീത്ത വിളിക്കാറില്ല, നീ ഒന്നും ചെയ്യാറില്ല. പക്ഷേ മോനെ, നീ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഖുർആൻ പറഞ്ഞതെന്തേ? ചേ എന്ന് പറയുന്ന വാക്കുപോലും പറയരുത്. അള്ളാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞത്? നീ നിന്റെ മാതാപിതാക്കളോട് ചേ എന്ന് പറയുന്ന വാക്ക്. ചേ എന്ന് പറഞ്ഞ എന്താ? ഇങ്ങനെ ആക്കത്തില്ല. നമ്മളൊരു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കാണുമ്പോ ഇങ്ങനെ ആക്കില്ല, എന്താ ഇത് ചോദിക്കില്ല. ഇങ്ങനെ പോലും പറയരുതെന്നാ. തൻ്റെ ഉമ്മയോടും തൻ്റെ വാപ്പയോടും അങ്ങനെ ഒരു വാക്കുപോലും നീ പറയല്ലേ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ എന്തു പറയും? ചില സമയത്ത് ദേഷ്യം, നിങ്ങൾ മിണ്ടരുത്. ആരോടാ പറയണം? ഉമ്മാനോട്. വാപ്പാനോട് പറയുന്നത് മിണ്ടാതെ അവിടെ ഇരുന്നു കൊള്ളണം, വല്ലതും കഴിച്ച് മൂലയിൽ ഇരുന്ന് കൊള്ളണം. വാപ്പായോട് ഉമ്മാനെ വിളിക്കണത് എങ്ങനെ? കിളവിയെന്ന്. ഉമ്മാനെ വിളിക്കണത് എങ്ങനെ? കിളവിയെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.